അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 3-ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദർസു സാലിസ്, 3-ാമത്തെ പാഠം. യാ അയ്യുഹൽ മുദ്ദസിർ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. കുറച്ചു ദിവസം വഹി ലഭിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കൊതിയായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ആകാശഭൂമിക്കിടയിൽ ഇരിക്കുന്നു. മലക്കിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾക്കിടിലത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിച്ചു. അപ്പോൾ വീണ്ടും വഹിയുണ്ടായി. സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യത്തെ 7 ആയത്തുകൾ അവതരിച്ചു. ഇവിടെ നോക്കൂ, സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യത്തെ 7 ആയത്തുകൾ അവതരിച്ചു. ആ 7 ആയത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ. നിങ്ങൾ പാരായണം ചെയ്ത് പഠിക്കുക. നമുക്ക് പാഠഭാഗം നോക്കാം. പ്രബോധനം തുടങ്ങാനുള്ള ആഹ്വാനമായിരുന്നു ഈ വചനങ്ങളിൽ ഉണ്ടായിരുന്നത്. അതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം ആരംഭിച്ചു. പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യം ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ഇസ്ലാം ആശ്ലേഷിച്ചു. രഹസ്യ പ്രബോധനം 3 വർഷം നീണ്ടുനിന്നു. പലരും ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് പരസ്യ പ്രബോധനത്തിനുള്ള കൽപ്പന വന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിന്മേൽ കയറി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓടിവരൂ ഓടിവരൂ. കേട്ടവരെല്ലാം കുന്നിനു താഴെ എത്തിച്ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, ഈ മലയുടെ പിറകിലൂടെ ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, അതെ, നിങ്ങൾ കളവ് പറഞ്ഞതായി ഞങ്ങൾക്ക് അനുഭവമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും. അപ്പോൾ അബൂ ലഹബ് പറഞ്ഞു, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഈ സന്ദർഭത്തിൽ സൂറത്തുൽ മസദ് അവതരിച്ചു. അത് അബൂ ലഹബിന്റെയും കുടുംബത്തിന്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. ആ മുന്നറിയിപ്പ് അക്ഷരം പ്രതി പുലർന്നു. പരസ്യ പ്രബോധനം തുടങ്ങിയതോടെ എതിർപ്പുകൾ ഉണ്ടായി. സത്യം പറയുക, അക്രമം ഉപേക്ഷിക്കുക, കുടുംബ ബന്ധം ചേർക്കുക, അന്ധവിശ്വാസങ്ങൾ വെടിയുക തുടങ്ങിയ നല്ല കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത്. എന്നാൽ തിന്മയിലും അക്രമങ്ങളിലും മുഴുകി ജീവിച്ചിരുന്നവർക്ക് അത് ഉപേക്ഷിക്കാൻ മനസ്സു വന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. പലരും കഠിന പീഡനങ്ങൾക്കിരയായി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ ഉമയ്യ നട്ടുച്ചയ്ക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റിവെച്ചു. മുസഅബ് റളിയല്ലാഹു അൻഹുവിനെ തടങ്കലിലിട്ട് പീഡിപ്പിച്ചു. സുമയ്യ റളിയല്ലാഹു അൻഹ അബൂജഹലിന്റെ ക്രൂരമർദ്ദനമേറ്റ് രക്തസാക്ഷിയായി. ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിനെ കൊടും പട്ടിണിക്കിട്ടു. സിന്നീറ റളിയല്ലാഹു അൻഹയ്ക്ക് ഏറ്റ പീഡനത്താൽ അവരുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്നാൽ ഈ പീഡനങ്ങൾ വിശ്വാസികളെ ഇസ്ലാം ദീനിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. നിങ്ങൾ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കണം. പാഠത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നോക്കൂ, ഈ പാഠത്തിന്റെ അവസാന ഭാഗത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. സ്വബുറൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. അതിന്റെ അർത്ഥം നോക്കൂ, യാസിർ കുടുംബമേ ക്ഷമിക്കുക, നിങ്ങളുടെ വാഗ്ദത്ത കേന്ദ്രം സ്വർഗമാണ്. നിങ്ങൾ ആ അർത്ഥമൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത്.
തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്റോ വനഫ്വാം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. നോക്കൂ, ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരും വലിയ മർദ്ദനത്തിന് വിധേയരായവരുമായ സ്വഹാബികളിൽ ചിലർ. ഇവിടെ നമുക്ക് ആ പേര് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, സിന്നീറ റളിയല്ലാഹു അൻഹ, ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു, ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. ഇവിടെ താഴെ നോക്കൂ, നമുക്ക് ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. നോക്കൂ, മുദ്ദസ്സിറുൻ, പുതപ്പിട്ട് മൂടിയവൻ. കും, എഴുന്നേൽക്കൂ. അൻദിർ, മുന്നറിയിപ്പ് നൽകൂ. കബ്ബിർ, വാഴ്ത്തൂ. സൗബുൻ, വസ്ത്രം. സിയാബ്, വസ്ത്രങ്ങൾ. വസിയാബക ഫതഹിർ, അവിടുത്തെ വിശുദ്ധി നിലനിർത്തുക. സൂറത്തുൽ മസദ്, സൂറത്ത് അബീലഹബ്. റുജസ്, ദുർവൃത്തി. ഹജറ, വെടിഞ്ഞു. ലാ തംനുൻ തസ്തക്സിർ, കൂടുതൽ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്യരുത്. വലി റബ്ബിക ഫസ്ബിർ, അങ്ങയുടെ നാഥനു വേണ്ടി ക്ഷമ കൈക്കൊള്ളുക. തബ്ബ, നശിച്ചു. ഹൈലുൻ, കുതിരപ്പട. യാ സ്വബാഹാഹ്, ഓടിവരൂ. അബൂ ലഹബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃസഹോദരൻ. അബൂ ജഹൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തവരുടെ നേതാവിന്റെ പേര്. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസലാമിനെ കണ്ടതെങ്ങനെ? അതിന്റെ ഉത്തരം, ആകാശഭൂമിക്കിടയിൽ ഇരിക്കുന്ന മലക്കിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. രണ്ടാമത്തെ ചോദ്യം, ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചതാരാണ്? അതിന്റെ ഉത്തരം, പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. മൂന്നാമത്തെ ചോദ്യം, രഹസ്യ പ്രബോധനം എത്ര കാലം നീണ്ടുനിന്നു? ഉത്തരം, രഹസ്യ പ്രബോധനം 3 വർഷം നീണ്ടുനിന്നു. നാലാമത്തെ ചോദ്യം, സഫായുടെ മുകളിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് എന്താണ് പറഞ്ഞത്? അതിന്റെ ഉത്തരം, ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും. അഞ്ചാമത്തെ ചോദ്യം, അബൂ ലഹബ് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്? അതിന്റെ ഉത്തരം, നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ആറാമത്തെ ചോദ്യം, സൂറത്തു അബീ ലഹബിന്റെ ഉള്ളടക്കമെന്ത്? അതിന്റെ ഉത്തരം, അത് അബൂ ലഹബിന്റെയും കുടുംബത്തിന്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. ഏഴാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും ഖുറൈശികൾ ഉപദ്രവിക്കാൻ കാരണമെന്ത്? അതിന്റെ ഉത്തരം, സത്യം പറയുക, അക്രമം ഉപേക്ഷിക്കുക, കുടുംബ ബന്ധം ചേർക്കുക, അന്ധവിശ്വാസങ്ങൾ വെടിയുക തുടങ്ങിയ നല്ല കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത്. എന്നാൽ തിന്മയിലും അക്രമങ്ങളിലും മുഴുകി ജീവിച്ചിരുന്നവർക്ക് അത് ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. എട്ടാമത്തെ ചോദ്യം, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ എങ്ങനെയാണ് പീഡിപ്പിച്ചത്? അതിന്റെ ഉത്തരം, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ ഉമയ്യ നട്ടുച്ചയ്ക്ക് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി നെഞ്ചിൽ പാറക്കല്ല് കയറ്റിവെച്ചു. ഇനി നോക്കൂ, തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കാനുള്ളതാണ്. നോക്കൂ, ബിലാൽ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, സിന്നീറ റളിയല്ലാഹു അൻഹ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു. ഇപ്പുറത്ത് നോക്കൂ, പീഡനമേറ്റ് രക്തസാക്ഷിയായി. 2 കൊടും പട്ടിണിക്കിട്ടു. 3 നെഞ്ചിൽ പാറക്കല്ല് വെച്ച് പീഡിപ്പിച്ചു. 4 പീഡനത്താൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. 5 തടവിലിട്ട് പീഡിപ്പിച്ചു. ഓരോന്നിനും ശരിയായിട്ടുള്ള ഓപ്ഷന്റെ നേരെയുള്ള നമ്പറാണ് നമ്മളുടെ അടുത്ത് എഴുതേണ്ടത്. നോക്കൂ, ബിലാൽ റളിയല്ലാഹു അൻഹു, അതിന് ശരിയായത് 3, നെഞ്ചിൽ പാറക്കല്ല് വെച്ച് പീഡിപ്പിച്ചു. സുമയ്യ റളിയല്ലാഹു അൻഹ, അതിന് ശരിയായത് 1, പീഡനമേറ്റ് രക്തസാക്ഷിയായി. അടുത്തത് നോക്കൂ, സിന്നീറ റളിയല്ലാഹു അൻഹ, അതിന് ശരിയായത് 4, പീഡനത്താൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അടുത്തത് നോക്കൂ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അതിന് ശരിയായത് 5, തടവിലിട്ട് പീഡിപ്പിച്ചു. അടുത്തത് ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു, അതിന് ശരിയായത് 2, കൊടും പട്ടിണിക്കിട്ടു. നിങ്ങൾ ചേരുംപടി ചേർക്കുക. ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ 2 സൈഡിലുള്ളതും നിങ്ങൾ ആദ്യം വായിച്ചു നോക്കണം.
അതിനുശേഷം യോജിച്ച നമ്പറോ അല്ലെങ്കിൽ ലെറ്ററോ നിങ്ങൾ ആ ബോക്സിൽ എഴുതണം. നിങ്ങൾ കറക്റ്റായിട്ട് ആ നമ്പറുകൾ അവിടെ എഴുതുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം നുൻഷിഉൽ ജുമൽ, അതായത് വാക്യത്തിൽ പ്രയോഗിക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ വരുന്നത് പോലെ നമ്മളൊരു വാക്യം നിർമ്മിക്കാനുള്ളതാണ്. നമുക്ക് നോക്കാം. പീഡിപ്പിച്ചു, ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. ശത്രുക്കൾ മുസ്ലിങ്ങളെ കഠിനമായി പീഡിപ്പിച്ചു. അടുത്തത് നോക്കൂ. ആശ്ലേഷിച്ചു, ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ഫലമായി പലരും ഇസ്ലാം ആശ്ലേഷിച്ചു. മുന്നറിയിപ്പ് നൽകി, ആ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. സൂറത്തുൽ മസദിലൂടെ അബൂ ലഹബിന്റെയും കുടുംബത്തിന്റെയും നാശത്തെക്കുറിച്ച് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകി. അടുത്തത് പ്രബോധനം നടത്തി. 3 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി പ്രബോധനം നടത്തി. അടുത്തത് ഉൾക്കിടിലം. ജിബ്രീൽ അലൈഹിസലാമിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾക്കിടിലത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഇനി നോക്കൂ. തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. നോക്കൂ. ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫ കുന്നിന് മുകളിൽ കയറി ജനങ്ങളെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ് എന്നും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും എന്നും പറഞ്ഞപ്പോൾ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കുകളാണിത്. ഇനി നോക്കൂ. തദ്രീബാത്തിലെ 6ാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ആ പ്രവർത്തനം നോക്കൂ. ബിലാൽ റളിയല്ലാഹു അൻഹു മുസ്ലിമായ വിവരം യജമാനനായ ഉമയ്യ മണത്തറിഞ്ഞു. പിന്നീട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിക്കാനും ഇസ്ലാമിനെ കൈവെടിയാനും അയാൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നിർബന്ധിച്ചു. എന്നാൽ സത്യസന്ദേശം ആ വെളുത്ത മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞിരുന്നു. ഇതൊന്നും ഉമയ്യത്തിന്റെ ക്രൂരതയെ അടക്കി നിർത്തിയില്ല. പീഡനത്തിന്റെ സർവ്വമുറകളും അയാൾ പുറത്തെടുത്തു. ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നഗ്നനാക്കി കിടത്തി വലിച്ചു. നെഞ്ചിൽ പാറക്കല്ല് കയറ്റിവെച്ചു. വേദനയിൽ പുളയുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉൾക്കരുത്തിന് ഒരു കോട്ടവും തട്ടാതെ നിലനിന്നു. തൗഹീദിന്റെ അമരധ്വനികൾ ആ അധരങ്ങളിൽ നിന്നും ഉയർന്നു കേട്ടു. ഈ മനുഷ്യത്വത്തെ പിടിച്ചു കുലുക്കുന്ന ക്രൂരത നിത്യകാഴ്ചയായിരുന്നു. ഓരോ ഉച്ചകളിലും മരുഭൂമി ചൂട് പിടിച്ചാൽ ഇതാവർത്തിച്ചു. പക്ഷേ ഒന്നിനു പിറകെ ഒന്നായി നേരിട്ട കൊടും ആക്രമണങ്ങൾ ആ സൂര്യ തേജസ്സിനെ ഒരു പർവ്വത തുല്യമായി ശക്തനാക്കുകയാണ് ചെയ്തത്. താൻ വിശ്വസിക്കുന്ന കാരുണ്യവാനായ അല്ലാഹു മർദ്ദനങ്ങളിൽ നിന്നും പൂർണ്ണമായും മോചിപ്പിക്കും എന്ന വിശ്വാസം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ എല്ലാ തരത്തിലുള്ള പീഡനങ്ങളെയും നേരിടാൻ പര്യാപ്തമാക്കിയിരുന്നു. നേരിട്ട പീഡനങ്ങൾ ആ മനുഷ്യനെ ഒട്ടും തളർത്തിയില്ല. ഈമാനിന്റെ ദിവ്യപ്രഭ തന്റെ മുറിവുകൾ സൃഷ്ടിച്ച വേദനകളെ നിസ്സാരമാക്കി. മക്ക പിടിച്ചടക്കി കഅബയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചപ്പോൾ കൂടെ ബിലാൽ റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാദം കഅബാലയത്തിലും മുഴങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ അദ്ദേഹം അവസാനമായി ബാങ്ക് വിളിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പൂർണ്ണമാക്കാൻ കഴിയാതെ വിതുമ്പിയ അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ട് മദീന നിവാസികളെല്ലാം തേങ്ങി. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ തദ്രീബാത്തിലെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.